പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കുവാൻ പോകുന്നതായ തിരുവചനം, അന്ത്യോക്യയിലെ സഭ ഒരു മാതൃകയുള്ള ഒരു സഭയായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് മുതൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 13:2, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം. അപ്പോൾ ശൗലിനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെയും വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. അവിടെ കാണുന്നത് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഈ അന്ത്യോക്യയിലെ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്, ഒരു വേർതിരിവില്ല. ഉപദേഷ്ടാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. എന്നാൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവം അവരെ തിരഞ്ഞെടുത്ത് അവരൊരുമിച്ചിരുന്ന് അവർ പാട്ടുപാടി പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, ഉപവസിച്ചു. അവർ അവിടെ ദൈവത്തെ ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത്, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോൾ അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല ആരാധിക്കുകയും ചെയ്തിരുന്നു. അത് രണ്ടും മാത്രമല്ല, അവർ ഉപവസിക്കുകയും ചെയ്തു. അപ്പോൾ അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത് അത് മാതൃകയുള്ളൊരു സഭയെന്ന് പറയാൻ കാരണം ഒന്നിത് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നത് ആ അന്ത്യോക്യ എന്ന സഭ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. സഭയിൽ എപ്പോഴും എന്തുണ്ടാകും? എപ്പോഴും അവിടെ ആരാധന ഉണ്ടാകും, അവിടെ ഉപവാസം ഉണ്ടാകും, അവിടെ പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ എല്ലാ സഭകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വ്യക്തിപരമായി ഭവനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. അത് മാത്രമല്ല, നമ്മൾ സഭയ്ക്കകത്ത് ഇതുപോലെ കൂടി വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും. ആത്മീയമായിട്ട് നമ്മൾ വളരും. ആത്മാക്കളെ നേടാനുള്ള ഒരു ആഗ്രഹം, വാഞ്ച നമ്മളിലുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ഉപവാസവും പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇന്ന് ആർക്കും സമയമില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു എടുത്ത് ഒരു ജോലി ലഭിച്ചാൽ ആ മാസത്തിൽ 3 ദിവസം പോലും ഉപവസിക്കുവാൻ സമയമില്ല. ഭവനത്തിലെ കാര്യങ്ങൾ, ജോലി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, പല കാര്യങ്ങളിൽ നമ്മൾ തിരക്കിട്ട് നടക്കുമ്പോൾ നമ്മളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സമയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനം പറയുന്നു, നിങ്ങൾ ഉപവസിക്കുന്നു എങ്കിൽ, സ്തോത്രം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് സഭയുടെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ദിവസമുള്ള ഒരു കാര്യമാണ്. അതിന്നും നാളെയും കൊണ്ട് അവസാനിക്കുകയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, ഇതെല്ലാം ആദിമ സഭകളിലെല്ലാം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉപവാസം ഇല്ല. ഞായറാഴ്ച ആരാധന, വെള്ളിയാഴ്ച ആരാധനയുണ്ട്, ബാക്കി ഒരു ദിവസം ഉപവാസവും ഇല്ല, പ്രാർത്ഥനയില്ല. ഉപവാസം ഉണ്ടെന്ന് പറഞ്ഞ ഒരു സഭയ്ക്കകത്ത് എത്ര പേര് വരും? വളരെ ചുരുക്കം കുറച്ച് പേരുണ്ട്. അത് കുറച്ച് അമ്മച്ചിമാരായിരിക്കും വരുന്നത്. മറ്റുള്ളവർക്കൊന്നും ഉപവസിക്കാനൊന്നും വയ്യ. 11 മണിയാകുമ്പോൾ വരും, 12:30 ആകുമ്പോൾ കഴിയും. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് പൂർണ്ണതയോടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ സഭ മടങ്ങി വരണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് അന്ത്യോക്യ സഭയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധ ആത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചു, ദൈവത്തോട് സംസാരിച്ചു.
ആ സമയത്ത് തിരിച്ച് ദൈവം അവരോട് സംസാരിക്കുകയാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ജനത്തെ വേർതിരിക്കുന്നത്. അല്ലാതെ ഇലക്ഷൻ നടത്തിയല്ല, സ്ഥാനവും മാനവും നോക്കിയല്ല. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ മക്കളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര നല്ല സഭയായിരുന്നു. ആ അന്ത്യോക്യയിലെ സഭയെപ്പോലെ ഇന്നത്തെ സഭകളും ആയിത്തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.